സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ എ വിത്ത് ജെ എന്ന് പറഞ്ഞ സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മുടി വെട്ടി ഒരാഴ്ച പനി, 1.5 ഞങ്ങൾ പനിയായിരുന്നു. അപ്പോൾ അത് കാരണമാണ് വീഡിയോ ലേറ്റ് ആയത്. കഴിഞ്ഞ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം 1.5 കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ലാസ്റ്റത്തെ വീഡിയോ, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ. ആൻഡ് അതിന് പേര് 30 വ്യൂസ് ആയിട്ടുണ്ട്. ചിയേഴ്സ് ഫോർ ദാറ്റ് 30 വ്യൂസ്. അതിൽ 10-15 വ്യൂസ് ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് പോകാം. നമുക്ക് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് എയുടെ കാര്യത്തിൽ. പിന്നെ എയുടെ ഒരു സ്കെയിലിംഗ് തന്നെ മാറി. ഇപ്പോൾ ചെറിയ പരിപാടിയൊന്നും അല്ല എ പിടിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് ജോലി, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പോകാനുള്ള പരിപാടി വന്നിട്ടുണ്ട്. പിന്നെ ഏജൻസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഏജൻസ് ഒരു ട്രെൻഡായിട്ട് കയറിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ഹൈക്ക്, ആപ്പിളിലൊക്കെ പ്രൈസ് ഹൈക്കും, പിന്നെ ബേ പ്രോട്ടീൻ പ്രൈസ് ഹൈക്ക് അതായത് ബേ പ്രോട്ടീനെ പ്രൈസ് ഹൈക്ക് ഉണ്ടായി എല്ലാവർക്കും. പിന്നെ പാസ്പോർട്ടിൻ്റെ അറിയാലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ന്യൂസസ് ഉണ്ട്. ഞാനിത് വേഗം പറഞ്ഞു പോവാം. സോ ലെറ്റ്സ് ബാക്ക് ടു ദ വീഡിയോ. ഡിസ്ക്ലൈമർ ആണ്, ഈ വീഡിയോ ഞാൻ രണ്ടാമത്തെ എടുക്കുന്നത്. കാരണം ഫസ്റ്റ് ഞാൻ എടുത്തു, ഏകദേശം 30 മിനിറ്റ് അവിടേക്ക് അങ്ങോട്ട് ആ ഒരു വീഡിയോയുടെ ലെങ്ത് വന്നു. സോ ഞാനത് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് എടുക്കുകയാണ്. സോ ഇത് രണ്ടാമത്തെ ടേക്കാണ്. സോ ഐ വിൽ ബി ഇൻ എ ക്യുക്ക് പരിപാടിയായിരിക്കും പിടിക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ഹൈക്കിനെ കുറിച്ചാണ്. അതായത് ആപ്പിള്, അതുപോലെ തന്നെ പാസ്പോർട്ട്, അതുപോലെ വേ പ്രോട്ടീൻ, ഈ മൂന്നിനും പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെയാണ്. ആപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് പറയാമല്ലോ, ഈ ഫോൺസിനൊക്കെ റാമിനെ പിന്നെ വാറിന് ശേഷം വാറൊക്കെ ഉണ്ടായ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റാമിൻ്റെ ഡിമാൻഡൊക്കെ ഉണ്ടായ കാരണം ഈ പ്രൊഡക്ഷൻ്റെ ഒക്കെ വില കൂട്ടി തുടങ്ങി. ഈ ഫോൺസിനൊക്കെ ഓൾറെഡി വില കൂടി തുടങ്ങി. ഏകദേശം കൂടുകയാണെങ്കിൽ പോലും ഒരു 6000-5000 ആ റേഞ്ച് മാക്സിമം പോകാറില്ല. ചിലപ്പോൾ 2000-3000 രൂപയ്ക്ക് പോകാറില്ല. പക്ഷേ ആപ്പിള് വന്നിട്ട് പറയാണ്, നമ്മൾ ഇതിൻ്റെ റീസൺ കാരണം നമ്മൾ വില കൂട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഇറക്കി. അതായത് ഇത് കണ്ടിട്ട് പ്രൈസ് ഹൈക്ക് ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഓക്കെ ഇങ്ങനെ റീസൺ കാരണം. പക്ഷെ ഇത് കൊള്ളല്ലേ, ഇതെങ്ങനെ എത്രയ്ക്കൊക്കെ. അതായത് ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്, അതായത് ഏകദേശം ആപ്പിളിൻ്റെ മാക് മിനി M2 Pro എന്ന് പറഞ്ഞത് ഏകദേശം 1,50,000, അത് 2,50,000 രൂപ കൂട്ടി. എങ്ങനെയാണോ. പിന്നെ പിന്നെ 1,20,000 പ്രൊഡക്റ്റ് 1,50,000, 30,000 രൂപ. പിന്നെ ചില പ്രൊഡക്ട്സിനൊക്കെ 100% അവിടേക്കാണ് ഏകദേശം പ്രൈസ് ഹൈക്ക് വന്നിട്ടുള്ളത്. ഇത് വില കൂട്ടുക പറഞ്ഞാൽ എന്താ ഇങ്ങനെ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ആണ് വാങ്ങാൻ ആൾക്കാരുണ്ട്. കാരണം അതൊരു പ്രീമിയം ബ്രാൻഡ് പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇത്ര നാൾ പ്രശ്നം എന്തുകൊണ്ടില്ല ഉണ്ടായത്, അതായത് ഇത്ര നാൾ എന്തുകൊണ്ട് പ്രശ്നമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫോൺസിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ഈ നത്തിങ്, പിന്നെ ഷോമി, അങ്ങനത്തെ ഫോൺസിനൊക്കെ വില കൂട്ടിയാൽ പോലും ആൾക്കാർ EMI ആയിട്ടാണ് ഫോൺ വാങ്ങാറ്. അപ്പോൾ അത് കാരണം അവർക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ലൈക്ക് ഐ മീൻ ദേ ഡോണ്ട് കെയർ. ലൈക്ക് വില കൂട്ടില്ല, ഓക്കെ EMI ആയിട്ടല്ലേ ഞാൻ വാങ്ങുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോൺ വാങ്ങുന്നത്, ഓരോ പ്രൊഡക്ട്സ് വാങ്ങുന്നത് EMI ആണ്. ഇന്ത്യ മൊത്തം പോകുന്നത്, അതായത് ഇന്ത്യയിൽ കൂടുതൽ കസ്റ്റമേഴ്സ് EMI ഇട്ടിട്ടാണ് ഓരോ പ്രൊഡക്ട്സ് വാങ്ങുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് ഹൈക്ക് മുന്നേ ഉണ്ടായെങ്കിൽ പോലും ആപ്പിൾ ഇത് ഇറക്കിയ പിന്നെ ഇപ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഓക്കെ ഇത് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ഇവിടെ എന്ന് മനസ്സിലായത്. കാരണം ഈ ഏറ്റവും കൂടുതൽ ഐഫോൺസ് ഒക്കെ പോകുന്നത് ഇപ്പം റൈറ്റ് നോ ഐഫോൺസിന് വന്നിട്ടില്ല, ഒരു പ്രൈസ് ഒക്കെ വന്നിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഒരു ഹ്യൂജ് എമൗണ്ടിൽ വന്നിട്ടില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഐഫോണിന് നല്ല വില ഉണ്ടാവുന്ന, നല്ല വില ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐഫോൺ വാങ്ങുന്നത് ഈ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ സെയിൽ വരുന്ന സമയത്താണ്. ആ ടൈമിൽ ഒരു 30-35 റേഞ്ച് വരുമ്പോൾ ആൾക്കാരൊക്കെ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ, അതായത് ഓക്കെ 35 വന്നു പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തോ ഏകദേശം ലൈക്ക് ഒരു നിധി കിട്ടിയ പോലെയൊക്കെയാണ് ചെയ്യാറ് വാങ്ങാണ്ട്. പക്ഷേ ഇപ്പോൾ റൈറ്റ് നോ ഇനി വരാൻ പോണ സെയിൽസിൽ ഈ ഒരു പ്രൈസ് ഹൈക്ക് കാരണം അവർ എമൗണ്ടിന് ഫോൺ കിട്ടാന്ന് പറയുന്നത് മേ ബി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അതിലും കൂടുതലുള്ള എമൗണ്ടിലായിരിക്കും സെയിൽ ചെയ്യുക. മറ്റേ വെച്ചാൽ മുന്നേ ഇവർ സേവ് ചെയ്യാൻ, ലൈക്ക് എൻ്റെ കൂട്ടുകാരാണെങ്കിൽ പോലും അവർ ഇത്ര എമൗണ്ട്, ഓക്കെ സെയിൽ വരാൻ പോവാണ്, ഞാൻ ഇത്ര എമൗണ്ട് സേവ് ചെയ്യണം അല്ലെങ്കിൽ വേണ്ടി അങ്ങനെയാണ് അവർ ഫോൺ വാങ്ങാറ്. സോ അത് ഇനി നടക്കുമെന്ന് അറിയത്തില്ല. സോ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ പ്രൈസ് ഹൈക്ക് കൂട്ടിയപ്പോൾ, അതായത് ഒരു 28-30% കൂട്ടിയിട്ടുള്ളത്. സോ അത് ഭയങ്കരമായിട്ടൊരു നല്ലൊരു പ്രൈസ് ഹൈക്കിനാണ്. സോ അത് കാരണം ആൾക്കാർ ഇപ്പോൾ കുറച്ചും കൂടി ചർച്ച ചെയ്ത് തുടങ്ങി, ഓക്കെ ലൈക്ക് ഇതിന് ഇത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത്. ലൈക്ക് ഈ ഫോൺസിൻ്റെ കേസും ഇങ്ങനത്തെ കേസ്, മറ്റേത് ഈ നത്തിങ് അങ്ങനത്തെ ഒക്കെ പ്രൈസ് ഹൈക്ക് കൂട്ടുമ്പോൾ ഒക്കെ EMI എടുക്കുന്ന കാരണം അധികം ആൾക്കാർ ഓക്കെ ആപ്പിൾ EMI ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ആപ്പിള് പ്രൈസ് ഹൈക്ക് കൂട്ടിയപ്പോൾ കുറച്ചുകൂടി എല്ലാവരിലേക്കും അത് വൈഡായി എത്തിയെന്ന്, അത്രയുള്ള സംഭവം. അതുപോലെ തന്നെ വേ പ്രോട്ടീൻ്റെ കേസ്, വേ പ്രോട്ടീൻ്റെ പ്രൈസ് കൂട്ടി സംഭവം. ലൈക്ക് വേ പ്രോട്ടീൻ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേ പ്രോട്ടീൻ കുറച്ച് പ്രൈസ് ഹൈക്ക് ഇങ്ങനെ ഉണ്ടായെങ്കിലും ഇപ്പോൾ മേ ബി അത് കേൾക്കുമ്പോൾ കുറച്ച് എമൗണ്ട് ആയിരിക്കും. പക്ഷേ റിയാലിറ്റി ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഞാൻ ജിമ്മിൽ കൊണ്ടുവരുന്നത് 400 രൂപയുടെ ജിമ്മാണ്. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയാം. അതായത് ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ, വേറെന്തോ, അതായത് നശിച്ചു പോയി അങ്ങനത്തെ ഒക്കെ രീതിയാണ്. ഇതിനാണ് മോസ്റ്റ്ലി മിഡിൽ ക്ലാസ് ആൾക്കാരുടെ റിയാലിറ്റി. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഏകദേശം 4,000 രൂപ 5,000 രൂപയുടെ അടുക്ക് വരും.
അപ്പോൾ ആ ഒരു എമൗണ്ടിന് വെച്ചിട്ട് നമ്മളെ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല, വീട്ടിൽ ചോദിച്ചാൽ അവർ എന്തായാലും തരില്ല. സോ നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് സേവ് ചെയ്തിട്ട് വേണം ഈ വേ പ്രോട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ. അതിന് പ്രൈസ് ഹൈക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനത് എഫക്റ്റ് ചെയ്യും, കാരണം നമ്മളെ എങ്ങനെയും എമൗണ്ട് സേവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ ഇത് മനസ്സിലായി, ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും അത് കുറെ ആൾക്കാരുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. പിന്നെ പാസ്പോർട്ട് ഡേയ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് പോയിട്ടിരിക്കുകയാണ്. അതായത് റൈറ്റ് നൗ ഇപ്പോഴാണ് കുറച്ച് പേർക്ക് മനസ്സിലായത്, അതായത് പാസ്പോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന ഒരു സംഭവമല്ല, ജസ്റ്റ് ഒരു ലോഗ് ബുക്കാണ്. നിങ്ങൾ ഏതൊക്കെ രാജ്യത്തേക്ക് പോകുന്നുള്ളതിന്റെ ഒരു ലോഗ് വയ്ക്കാനുള്ള ഒരു ലോഗ് ബുക്ക് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ലോസും പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പക്ഷേ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുവരെ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ റൈറ്റ് നൗ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി തുടങ്ങി തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് പോകുന്നുണ്ട്, ഈ ആധാറും കാര്യമില്ല അങ്ങനെയാണൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. റൂണോ എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയാത്ത കാരണമാണ് ഞാൻ അധികം സംസാരിക്കുന്നത്. അടുത്ത ന്യൂസ്, മാർക്കറ്റിൽ പുതിയ ഒരു വീഡിയോ ജനറേഷൻ ടൂൾ വന്നിരിക്കുകയാണ്, ഹാപ്പി ഹോഴ്സ്. അലിബാബ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? അതൊരു ചൈനീസ് ഹോൾസെയിൽ പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ അതായത് പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അതായത് ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവമൊക്കെയാണ്. അപ്പോൾ അലിബാബ അവരുടെ പുതിയ ഒരു ഹാപ്പി ഹോഴ്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ജനറേഷൻ AI ഇറക്കിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ലൈക്ക് നല്ല, അതായത് ഇപ്പൊ മാർക്കറ്റിൽ കറങ്ങിയുള്ളത് സീഡാൻസ് ആണ്. സീഡാൻസ് 2.0 ആണ് ഏറ്റവും ടോപ്പ് ഉണ്ടായത്. അതിനെക്കാട്ടി അടിപൊളിയായിട്ട് വിഷ്വൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കിട്ടില്ല, 4K വിഷ്വൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് മാത്രമല്ല, ഇത് ഓപ്പൺ സോഴ്സ് ആണ്, ലൈക്ക് ഇത് ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. സോ ഇത് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ റെവല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ലൈക്ക് ഇങ്ങനെ ഒരു വീഡിയോ ജനറേഷൻ പ്ലാറ്റ്ഫോം വന്ന കാരണം. പക്ഷേ ക്ലോഡ് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഈ അലിബാബയുടെ ടീം അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25,000 ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലോഡിന്റെ ക്യാപ്പബിലിറ്റീസും ഐബിലിറ്റീസും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 28.9 മില്യൺ എക്സ്ചേഞ്ച് നടത്തിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സംഭവം. ഇത് ഏകദേശം ലൈക്ക് ഇതുപോലെ ജപ്പാൻ എന്തൊരു ഇറക്കി, അതും സംഭവം നൈസാണ്. അതായത് ലൈക്ക് അവരുടെ ഒരു പ്ലാറ്റ്ഫോം ലൈക്ക് അവരുടെ എല്ലാം ക്രിയേറ്റ് ചെയ്യാതെ വേറൊരു സംഭവമൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. ഞാനത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, സംഭവം നൈസാണ്. എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് ഞാൻ. സോ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് വെച്ചാൽ നമ്മുടെ GPT 5.6 അതിന് ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് ലോഞ്ച് ആയത് ഫസ്റ്റ് നമ്മുടെ US ഗവൺമെന്റ് ഡിലേ ആക്കി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി റീസൺസ്. ക്ലൗഡിന്റെ ഫാബിൽ ഇറങ്ങിയപ്പോൾ തന്നെ അറിയാലോ എന്തുണ്ടായി എന്നുള്ളത്. ഫസ്റ്റ് അത് ബാൻ ചെയ്യേണ്ട അവസ്ഥ വന്നു. പിന്നെ ഇപ്പോൾ GPT 5.5 തന്നെ അത്യാവശ്യം നല്ല സംഭവമായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയ GPT 5.6 ആക്കി. അവർ ക്ലെയിം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലൗഡിന്റെ മിത്തോസ് മോഡലിനെയും കാട്ടി, അല്ല ഐ മീൻ ആന്ത്രോപിക്കിന്റെ മിത്തോസ് മോഡലിനെയും കാട്ടിയും അത്രയും കിടലിനാണ്. ലൈക്ക് അതിനെക്കാട്ടി ഒരു 2 സ്റ്റെപ്പ് അബവ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അത് ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് സ്പെസിഫിക് ആയ കുറച്ച് കമ്പനീസിന് മാത്രമുള്ളൂ, ലൈക്ക് ഒരു 100 താഴെയുള്ള കമ്പനീസിന് മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് പഠിക്കാനും കുറച്ച് റിസർച്ചും. കാരണം ചില മോഡൽസ് കാണാനനുസരിച്ച് അതിനനുസരിച്ച് ഇവർക്ക് സെക്യൂരിറ്റി, ഓരോ കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. സോ അങ്ങനെ കുറെ ഉണ്ടാവുന്നുണ്ട്. AI ഹാക്കേഴ്സ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മൂവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ GPT 5.6 ഫസ്റ്റ് US ഗവൺമെന്റ് ഡിലേ ചെയ്തു, ഇപ്പോൾ പിന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതും മിത്തോസിന് മേലാന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് മിത്തോസിന് മേലുള്ളത്. മിത്തോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഗോഡ് ലെവൽ സംഭവമായിരുന്നു, അത്രയും ഹൈപ്പ് ഉണ്ടാകുന്ന സംഭവമായിരുന്നു. അത് കാരണം ഇറക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ GPT 5.6 ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു AI വാറാണ്. ആൻഡ്രോപിക്കും ബിസിനസ് ഓപ്പൺ ആയത് പറ്റില്ല. ഇവരെന്തോ എന്തെങ്കിലും ഇറക്കി കഴിഞ്ഞാൽ അടുത്തത് ഇവരെന്തെങ്കിലും ഇറക്കുമോ, അങ്ങനെ ഒരു വൺ വീക്ക് ആകുമ്പോഴേക്കും ഇവർ ഓരോരോ മോഡൽസും അവരവരുടെ കേപ്പബിലിറ്റീസും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പാവം ഗൂഗിളും പിന്നെ എന്നിട്ട് എലോൺ മസ്കിന്റെ എന്താ ഗ്രോക്ക് AIയും. സോ അങ്ങനെ കുറച്ച്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മിത്തോസ് അറിയാലോ. മിത്തോസ് ഇത്ര നാളെ ഇറക്കാതിരിക്കാന്നില്ല. പിന്നെ ഫാബിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫാബിൽ 5 തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ അത് എന്നിട്ട് ബാൻ ചെയ്യേണ്ട ഒക്കെ അവസ്ഥ വന്നുല്ലോ. ഇപ്പോൾ മിത്തോസ് വന്നിട്ടുണ്ട്, പക്ഷെ പബ്ലിക്കലി അല്ല. അതായത് കുറച്ച് ഓർഗനൈസ്ഡ്, ഒരു 100 ഓർഗനൈസ്ഡ് കമ്പനീസിന് മാത്രമേ അതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ റിസർച്ചും അതുപോലെ സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ന്യൂസ് വന്നിട്ടുള്ളത്. സോ അത്രേ ഉള്ളൂ. മിത്തോസൊക്കെ പബ്ലിക്കലി ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഏജൻസിൻ്റെ ഏറിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ചുണ്ട്. അതിൻ്റെ ന്യൂസും കൂടി ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ AI കമ്പനീസ്, അതായത് ഓപ്പൺ AI അതുപോലെ ആന്ത്രോപിക്, ഗൂഗിൾ അങ്ങനത്തെ ഒക്കെ കമ്പനീസ്
ഈ എ ഐ അറിയുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ഹയർ ചെയ്യുന്നുണ്ട്. അതായത് റൈറ്റ് നൗ ഇൻ ദ മാർക്കറ്റ് എ ഐ അറിയുന്നവന് ഭയങ്കര പ്രിവിലേജ് ഉണ്ട്. സോ എല്ലാവരും എ ഐനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ക്ലോഡ്, ഓപ്പൺ എ ഐ, ഗൂഗിളൊക്കെ പിന്നെ എൻവിഡിയ ഒക്കെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. കുറച്ചും കൂടി ലൈക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ടാവും. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യാതെ. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗൂഗിളിൻ്റെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ 2 എംപ്ലോയീസ് അവർ ഗൂഗിൾ വിട്ടിട്ട് നേരെ ആന്ത്രോപ്പിക്കും അതുപോലെ തന്നെ ഓപ്പൺ ഐയിലേക്കും പോയിരിക്കുന്നു. ഓപ്പൺ ഐയിലും പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ പറയുന്ന പേര് കറക്റ്റ് ആണെന്ന് അറിഞ്ഞൂടാ, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിഞ്ഞൂടാ. നോം സഷീർ പുള്ളി നേരെ പോയിട്ട് ഓപ്പൺ ഐയിൽ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഗൂഗിളിലെ ഒരു എ ഐ റിസർച്ചർ ആയിരുന്ന ജോൺ ജമ്പർ ആന്ത്രോപ്പിക്കിലും പോയി ചേർന്നിട്ടുണ്ട്. സോ ഇതിപ്പോൾ അതായത് ഇത് ഷോസ് ദാറ്റ് ഇപ്പോൾ എല്ലാ കമ്പനീസും ഹയർ ചെയ്യാണ് എ ഐ അറിയുന്ന ആൾക്കാരെ. എൻ്റെ അടുത്ത ന്യൂസ് ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ വാട്സപ്പിന്റെ പുതിയ CEO കുനാൽ ഷാ, പുള്ളി ക്രെഡിന്റെ ഫൗണ്ടറും അതുപോലെ തന്നെ അവിടുത്തെ CEO ആയിരുന്നു. അപ്പോൾ പുള്ളീനെ മെല്ലെ നമ്മുടെ സക്കർബർഗ് മെറ്റ ലൈക്ക് എത്ര ബില്യൺ സംതിങ് ഞങ്ങൾ കൊടുത്തിട്ട് ആ ഒരു കമ്പനിയും വാങ്ങി പുള്ളിനെയും വാങ്ങിയിട്ട് നമ്മുടെ വാട്സപ്പിന്റെ CEO ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയ സംഭവം ഉണ്ട്. അതായത് ഇനി വരാൻ പോകണം മേ ബി ഇൻ ഫ്യൂച്ചർ വാട്സപ്പിൽ ആഡ്സ് വരും, അതുപോലെ സബ്സ്ക്രിപ്ഷൻ വരും. ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതും ഇൻസ്റ്റയിൽ മാത്രം തോന്നുന്നു. പിന്നെ വാട്സപ്പിന് UPI ആ ഒരു സിസ്റ്റം ഉണ്ടെന്ന് അത് പിന്നെ അത്ര കഴിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് യൂസ് ചെയ്യണം യൂസേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും വാങ്ങും. സോ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഏകദേശം ക്രെഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ ലൈക്ക് ഇത്രയും പ്രോഫിറ്റബിൾ ആക്കി. കാരണം ക്രെഡിന് അധികം യൂസേഴ്സ് ഇല്ല. ഇപ്പോൾ കുറേ പേര് പറഞ്ഞ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ക്രെഡ് എന്ന് പറയുന്നത് അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അതായത് അതിലത്തെ ഓരോ യൂസേഴ്സ് എന്ന് പറയുന്നതും അവരുടെ ഡാറ്റാസ് എന്ന് പറയുന്നതും അത് ലൈക്ക് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ, ഞാൻ കുറച്ച് ഡീറ്റെയിൽ പറയാം. അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി എന്ന് ഒരു സംഭവമുണ്ട്. അത് പക്ക ക്രെഡിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുപോലെ അത് ആ ഒരു ലൈക്ക് അതിന്റെ ഒരു ഗ്രോത്തും അതിന്റെ പ്രോഫിറ്റ് സോണിലേക്ക് എത്തിയത് കണ്ടിട്ടാണെന്ന് മേ ബി കുനാൽ ഷാനെ ലൈക്ക് വാട്സപ്പിന്റെ CEO ആക്കിയത്. ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പ് ഒരു പ്രോഫിറ്റ് സോണിലേക്ക് എത്തണേ. റൈറ്റ് നോ വാട്സപ്പ് അങ്ങനെ ഒരു പ്രോഫിറ്റ് സോണിലല്ല. അവർ ഇൻസ്റ്റാഗ്രാം വാങ്ങിയതിനെക്കാട്ടി കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടാണ് അന്ന് 2015 സംതിങ് അങ്ങോട്ട് ഏകദേശം വാട്സപ്പ് വാങ്ങിയത്. പക്ഷേ വാട്സപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഫ്രീ ആണ്. വാട്സപ്പിൽ നിന്ന് അത്രയധികം പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കണമെന്നില്ല ലൈക്ക് കമ്പാരിറ്റീവ്ലി ഇൻസ്റ്റാഗ്രാം വെച്ച് നോക്കുമ്പോൾ. സോ അപ്പോൾ മേ ബി വാട്സപ്പിൽ ഇനി ഫ്യൂച്ചറിൽ ആഡ്സ് വരും. ഇപ്പോൾ ഓൾറെഡി തന്നെ ആഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് കണ്ട അത് ഇൻസ്റ്റാഗ്രാം തോന്നുന്നു അറിഞ്ഞൂടാ. സ്റ്റാറ്റസ് കാണുമ്പോൾ ആഡ്സ് വരിക. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ അങ്ങനെ കുറേയൊക്കെ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിനായി പറയും, ഞാൻ എന്തൊരു വീഡിയോ ഇടാം. പിന്നെ നമ്മുടെ AI സ്വന്തമായിട്ടൊരു AI ചിപ്പ്, അതായത് AIക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ചിപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ നമ്മുടെ മറ്റേ എന്തൊരു എൻവിഡിയ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു AI ചിപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അതായത് ഓൾറെഡി RTX സ്പാർക്ക് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ലൈക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് എന്ന് പറഞ്ഞ് മനസ്സിലായി. അതായത് AI എന്ന് പറഞ്ഞ യുഗം, AI എറ എന്ന് പറയുന്നത് അത്രയും ഒരു പൊട്ടൻഷ്യൽ സംഭവം എന്ന് മനസ്സിലായി. സോ ഇപ്പോൾ നമ്മുടെ ഓപ്പൺ AI അവരെ സ്വന്തമായിട്ടുള്ള ഒരു ചിപ്പ് റിവീൽ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞോണ്ടാ, ജൽപ്പീനോ ഇതാണ് അതിൻ്റെ പേര്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ AI കോസ്റ്റ്, പിന്നെ ടോക്കൺസിൻ്റെ കോസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി ഈ ഏജന്റിക് വർക്ക് ഫ്ലോസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതിനെ വേണ്ടിയിട്ടുള്ളതാണ്. അത്രേ ഉള്ളൂ. സോ ഓക്കെ, ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് റൈസസ് എന്ന് പറഞ്ഞ സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആന്ത്രോപിക്, ഓപ്പൺ AI, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഇവർ 4 പേരും പിന്നെ കുറച്ച് കമ്പനീസും കൂടിയിട്ട് റേസസ് എന്ന് പറഞ്ഞൊരു സംഭവം ലോഞ്ചിട്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കേഴ്സിനൊക്കെ AI ഇറക്കി വേണ്ടി ട്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ AI എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് അതിൻ്റെ ഒക്കെ പരിപാടി നോക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ പീപ്പിൾസിനെ, അതായത് നമ്മുടെ ഈ എംപ്ലോയീസിനൊക്കെ ഈ AI വർക്ക് സ്പേസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അങ്ങനത്തെ ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് കൊണ്ടത് സംഭവം. ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ്. അതിപ്പോൾ 4 പേരും കൂടിയിട്ട് ഒരു റേസസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫണ്ട് റേസിങ്. ഇപ്പം തന്നെ നമ്മുടെ ആന്ത്രോപിക്കിൻ്റെ ഒക്കെ IPO വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കരമായിട്ട് ഇപ്പോൾ തന്നെ വാലിഡേഷൻ ആണ്. ഹിക്സ് ഫീൽഡിൻ്റെ തന്നെ വാലിഡേഷൻ അറിയാലോ. ഒരു 6-7 മാസം മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നോ, ഇപ്പോൾ എന്തായി ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ AI എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. സോ ലൈക്ക് ഇത് കൺഫേം ചെയ്തു. അതായത് ഇനി വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് AI എറ. ഇപ്പോൾ നിങ്ങളുടെ ഒരു കോവർക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ മേ ബി ഒരു ഹ്യൂമൺ ആയിരിക്കും, പക്ഷേ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ മേ ബി അതൊരു ഏജന്റ് ആയിരിക്കും.
AI ഏജന്റ് അല്ലെങ്കിൽ ഒരു റോബോട്ട് ആയിരിക്കും. പിന്നെ റോബോട്ടിൻ്റെ വരാൻ പോകണല്ലോ, അതിപ്പോൾ ഓൾറെഡി നമുക്ക് പുറത്തൊക്കെ നോക്കി കണ്ടാൽ അറിയാം, ലൈക്ക് റോബോട്ട്സിൻ്റെ ഒരു ഇത്. സോ ഇതൊക്കെയാണ് സംഭവം. എല്ലാവരും ഒന്ന് പഠിക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, AR എന്നവന് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രിവിലേജ് ഉണ്ട്. പിന്നെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഞാൻ AR എടുത്ത് ഞാൻ അൺഎംപ്ലോയ്ഡ് ആണ്. സോ ഞാൻ ചോദിച്ചു, അതായത് ഞാൻ അൺഎംപ്ലോയ്ഡ് ആണ്, എനിക്ക് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. സോ ലൈക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് എന്താണ് എൻ്റെ സ്കിൽസ്, അതുപോലെ തന്നെ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഗിയേഴ്സാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഇങ്ങനെ ഒരു ഫോണുണ്ട്, എനിക്ക് എഡിറ്റിംഗ് അറിയാം, ഇങ്ങനെ കുറച്ച് എൻ്റെ സ്കിൽസ് പറഞ്ഞു കൊടുത്തു. PA കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു തന്നു, വിച്ച് ഈസ് നൈസ് ബ്രോ. ഞാൻ ഇത് ക്ലോഡിൻ്റെ അടുത്തും ചോദിച്ചു, OpenAIയുടെ അടുത്ത് ചോദിച്ചു. ലൈക്ക് സംഭവം നൈസാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്കാണ്, അത് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുകയാണ്. സംഭവം നൈസായിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇനി വരാമോ മേ ബി ഒരു 1 മന്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ എനിക്ക് വേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടി സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഞാൻ ചെയ്യാം. സംഭവം നൈസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സ്കില്ല് ഇതാണ്, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എത്ര സംഭവം ഉണ്ട്, എന്തൊക്കെ അതിനെ കൊണ്ട് ഇത് ചെയ്യാം, എത്രയൊക്കെ എമൗണ്ട് അതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഒരു സംഭവം പറഞ്ഞു തരും AI, വിച്ച് ഈസ് നൈസ് റിയലി നൈസ് ബ്രോ. അപ്പോൾ അതൊക്കെ സംഭവങ്ങളാണ്, ലൈക്ക് അതൊക്കെയാണ് കാര്യങ്ങൾ. അത് ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ആൻഡ് AIയുടെ ന്യൂസൊക്കെ നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെയെന്ന് പറയുന്നത് ഓണത്തിന് ഞാൻ പണ്ടൊക്കെ സേവ് ചെയ്തൊരു മൈക്കൊക്കെ വാങ്ങാൻ, കുറച്ച് ഇയേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചു. പക്ഷേ എടാ, അതായത് ജൂലൈയിൽ സ്പൈഡർമാൻ ബ്രാൻഡിലൂടെ അതിന് ഫാൻ ഷോ നോക്കി, പക്ഷെ ഫാൻ ഷോ കിട്ടിയില്ല. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അത് ഫസ്റ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ 3 സമയക്കും ടിക്കറ്റ് മൊത്തം സോൾഡ് ഔട്ടായി. പിന്നെ എന്ന് പറയണത് ഓണത്തിന് എന്താ ഖലീഫ, അയാം ഗെയിം, അതുപോലെ തന്നെ ബെത്ലഹേം യൂണിറ്റ്, കുടുംബ യൂണിറ്റ്, അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളത് അത്, അതുപോലെ ടോക്സിക്, പിന്നെ പാരഡൈസ് മാറ്റി. ഞാൻ പാരഡൈസാണ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. പാരഡൈസിലാന്ന് തോന്നുന്നു. പിന്നെ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഓമും, പിന്നെ ജയിലർ 2ഉം, അത് കഴിഞ്ഞ ഡിസംബർ ആകുമ്പോൾ കിങ്ങും അതിമനോഹരും. എത്ര പടങ്ങളാണ്. പക്ഷെ ഇതൊക്കെ OTT കാണാനും, ലൈക്ക് ഇതെല്ലാം തിയേറ്ററിൽ മാജിക്കൽ മൂവിയാണ്. സോ ഞാൻ എന്തായാലും പോകും. എനിക്ക് കുറച്ച് ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ മൂവി, അതും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യണം പടങ്ങളൊക്കെ പറഞ്ഞാൽ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ന്യൂസിലൊക്കെ അവസാനിക്കുന്നു. അപ്പോൾ ലൈക്ക് ഇതൊന്നല്ല, ഇനിയും കുറച്ചും കൂടി ഉണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയി. ഞാൻ പറഞ്ഞു, ഇതൊരു 3ാമത്തെ വട്ടമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് എടുത്ത വീഡിയോ 35 മിനിറ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെ പോലെ എന്തൊരു 10 മിനിറ്റ് കട്ട് ചെയ്ത പോലെ 20 മിനിറ്റ്. ഈ 20 മിനിറ്റ് ഒക്കെ എനിക്ക് വേണം മടിയാണ് എഡിറ്റ് ചെയ്യാൻ അത്ര നേരം, അത് കാരണം. സോ അത്രയൊക്കെ ഉള്ളൂ. എനിക്കറിയാം ഡെഫിനറ്റ്ലി വീഡിയോ ഷോക്കായിരുന്നു, എൻ്റെ നറേഷനൊക്കെ ഷോക്കായിരുന്നു, കാരണം കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ബിസിയാണ്. സോ ഇതാണെങ്കിൽ എനിക്ക് ഒരു പക്ക ടൈമിങ്ങിന് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മേ ബി സൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക, പക്ഷേ ഇത് സാറ്റർഡേ ഈവനിങ് വരേണ്ട വീഡിയോ ആണ്. സോ അത് ഇങ്ങനെ ഡിലേ ആയിട്ട് സൺഡേ വന്നു. ഇനിയിപ്പോൾ മേ ബി ഞാനൊരു ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇട്ട വീഡിയോ ബുധനാഴ്ച ആയിരിക്കും ഇടുക, കാരണം ഓരോ ദിവസം തന്നെ അനുസരിച്ച് ഷെഡ്യൂൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്കതൊന്ന് മാനേജ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാവരും ബൈ നോക്കുക. പിന്നെ AIയുടെ കുറച്ച് കോഴ്സസൊക്കെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്, അത് നോക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സോ ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3ാമത്തെ ടേക്കാണ്, അത് കാരണമാണ് ഇത്രയും ഒരു ലാഗ് വന്നതും അപ്പോൾ കാര്യങ്ങളൊന്നും. പക്ഷേ ഇതിലും കാട്ടിയും കുറച്ചും കൂടി ന്യൂസസ് ഉണ്ട്, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയതൊന്നുമില്ല. ഇതൊക്കെ എല്ലാം സെയിം തന്നെയാണ്. സോ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, GPT 5.6 വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് എന്നുള്ള സംഭവമൊക്കെ. സോ ആദ്യമായിട്ട് കാണുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഇൻഫർമേഷൻ ഗെയിൻ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ പരിപാടിയാണ് നോക്കുന്നത്. സോ അത്രയുള്ളൂ. ബൈ അഗെയിൻ.